അദൃശ്യവാക്യങ്ങൾ അധ്യായം 21. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. രാജാവിൻ്റെ ഹൃദയം ദൈവതൃക്കരത്താൽ നിയന്ത്രിക്കുന്ന നീർച്ചാല് പോലെയാകുന്നു. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിച്ചുവിടുന്നു. ഒരു മനുഷ്യൻ്റെ എല്ലാ വഴികളും അവൻ്റെ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. ദൈവമാണ് ഹൃദയത്തെ ക്രമപ്പെടുത്തുന്നത്. പുണ്യവും നീതിയും ചെയ്യുന്നതാണ് ബലിയേക്കാൾ കർത്താവിന് പ്രസാദകരം. ഉന്നത ഭാവമുള്ള കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപമത്രേ. തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ആലോചനകൾ വിശ്വസ്തങ്ങളാണ്. ദുഷ്ടൻ്റേതോ നഷ്ടം വരുത്തുന്നവയത്രേ. വ്യാജം പറയുന്ന നാവ് മൂലം ലബ്ധമാകുന്ന നിക്ഷേപം നാശത്തിലേക്കും അത് അന്വേഷിച്ച് നടക്കുന്നവർ മരണത്തിലേക്കും മറിച്ചിടപ്പെടും. നീതി പ്രവർത്തിക്കുവാൻ ആഗ്രഹമില്ലാതിരുന്നതിനാൽ അനീതിപരന്മാർക്ക് തകർച്ച സംഭവിക്കും. തെറ്റ് ചെയ്യുന്നവൻ അന്യനാകുന്നു. നിർമ്മലന്റെ പ്രവർത്തനങ്ങൾ നേരുള്ളവയുമാകുന്നു. കലഹപ്രിയയായ ഭാര്യയോട് കൂടി വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കാമ്യം മേൽപ്പുരയുടെ അഗ്രത്തിൽ കയറിയിരിക്കുകയാണ്. അനീതിക്കാരൻ്റെ മനസ്സ് അവൻ്റെ കൂട്ടുകാരുടെ ദൃഷ്ടിയിൽ പോലും കാണപ്പെടുന്നില്ല. ദുഷ്ടന് വരുന്ന ആപത്ത് കണ്ട് ബാലൻ പോലും ജ്ഞാനിയായിത്തീരുന്നു. ബുദ്ധിമാൻ അവൻ്റെ മനസ്സിൽ അറിവ് സ്വീകരിക്കുന്നു. നീതിമാൻ വിവേകം പ്രാപിക്കുന്നു. അധർമ്മികളുടെ ഹൃദയം അധർമ്മികളെ തിന്മയിലേക്ക് തള്ളിമാറ്റുന്നു. ദരിദ്രന്റെ നിലവിളി കേൾക്കാതിരിക്കുവാൻ ചെവി പൊത്തുന്നവനോ അവൻ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവവും ഉത്തരമരുളുകയില്ല. രഹസ്യമായി കൊടുക്കുന്ന ദാനം കോപത്തെ അകറ്റുന്നു. കൊടുക്കുവാൻ മടിക്കുന്നവൻ കോപത്തെ ഉണർത്തുന്നു. നീതിമാന്റെ സന്തോഷം നീതി നിർവഹിക്കപ്പെടുന്നതാകുന്നു. അത് അനീതിപരന്മാരെ തകർത്തുകളയും. പരിജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ ലോകത്തിൻ്റെ മക്കളോടുകൂടെ നെടുവീർപ്പിടും. കുറവുള്ളവനായിരിക്കെ സന്തോഷത്തെയും ആഗ്രഹിക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല. നീതിമാന് പകരം അനീതിപരനും വിശ്വസ്തനു പകരം വ്യാജക്കാരനും നിലകൊള്ളുന്നു. കലഹക്കാരിയും പ്രകോപനം വരുത്തുന്നവളുമായ ഭാര്യയോടുകൂടെയുള്ള വാസത്തേക്കാൾ നല്ലത് മരുഭൂമിയിൽ കഴിഞ്ഞുകൂടുന്നതാണ്. ജ്ഞാനമത്രേ വാസസ്ഥലത്തെ മോഹനീയ നിക്ഷേപവും സുഗന്ധതൈലവും. മനുഷ്യരുടെ വിവേകം അതനുഭവിക്കും. ജ്ഞാനമത്രേ വാസസ്ഥലത്തെ മോഹനീയ നിക്ഷേപവും സുഗന്ധതൈലവും. മനുഷ്യരുടെ വിവേകം അതനുഭവിക്കും. നീതിയും ദയയും അന്വേഷിക്കുന്നവൻ ജീവനെയും പുണ്യത്തെയും മഹത്വത്തെയും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ നഗരത്തിലേക്ക് കയറിച്ചെന്ന് അവർ ആശ്രയിച്ചിരുന്ന കോട്ട കീഴടക്കും. തൻ്റെ വായു നാവും നിയന്ത്രിക്കുന്നവൻ ആപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നു. ശക്തമായ പേരുള്ള ധിക്കാരി
അവൻ്റെ കലഹത്തിൽ അനീതി പ്രവർത്തിക്കുന്നു. അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു. എന്തെന്നാൽ അവൻ്റെ കൈകൾ ഒരു കാര്യവും ചെയ്യുവാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ദിവസം മുഴുവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതേയുള്ളൂ. നീതിമാൻ ദാനം ചെയ്യുന്നു, അത് മുടക്കുന്നില്ല. ദുഷ്ടന്റെ ബലി അശുദ്ധം തന്നെ. എന്തെന്നാൽ അനീതിയുള്ളവനായി വർത്തിച്ചു കൊണ്ടാകുന്നു അവൻ അത് കൊണ്ടുവരുന്നത്. കള്ളസാക്ഷി നശിക്കുക തന്നെ ചെയ്യും. ഉപദേശം അനുസരിക്കുന്നവൻ നേരോടെ സംസാരിക്കും. അധർമ്മിയുടെ മുഖം ധീരയായിരിക്കുന്നു. നേരുള്ളവൻ സ്വന്തം വഴികളെ ക്രമപ്പെടുത്തുന്നു. കർത്താവിൻ്റേതുപോലുള്ള ജ്ഞാനമോ തിരിച്ചറിവോ ആലോചനയോ മറ്റാർക്കുമില്ല. യുദ്ധ ദിവസത്തിനായി കുതിരയെ ഒരുക്കി നിർത്തുന്നു, എന്നാൽ രക്ഷ നൽകുന്നത് കർത്താവാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.